ദുബായിലെ പ്രമുഖ ആശുപത്രി അപ്രതീക്ഷിതമായി പൂട്ടിയതിനെ തുടർന്ന് നിരവധി മലയാളി നഴ്സുമാർ തൊഴിൽ രഹിതരായ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടിയന്തര ഇടപെടൽ തേടി കേരള മുഖ്യമന്ത്രി. തൊഴിൽ നഷ്ടപ്പെട്ട നഴ്സുമാർക്കും കുടുംബങ്ങൾക്കും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ UAE ഭരണകൂടവുമായി കേന്ദ്ര സർക്കാർ അടിയന്തരമായി ചർച്ച നടത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ആശുപത്രി പൂട്ടിയതോടെ കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരടക്കം നൂറുകണക്കിന് ഇന്ത്യക്കാരാണ് പ്രതിസന്ധിയിലായത്. ഇത് കേവലം തൊഴിൽ നഷ്ടം മാത്രമല്ലെന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടി. ഇന്ത്യക്കാരായ നിരവധി പേരുടെ കുടുംബത്തെ ഈ പ്രതിസന്ധി ഗുരുതരമായി ബാധിക്കും. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് UAEയിൽ തന്നെ ബദൽ തൊഴിൽ സംവിധാനങ്ങൾ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ സഹായിക്കണം. വിസ കാലാവധി അടക്കമുള്ള സാങ്കേതിക പ്രശ്നങ്ങളിൽ നഴ്സുമാർക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കാൻ നയതന്ത്ര തലത്തിൽ ഇടപെടണം. പതിറ്റാണ്ടുകളായി UAEയെ സ്വന്തം വീടായി കണ്ട് ജീവിക്കുന്നവരാണ് ഈ പ്രവാസികൾ. ആശുപത്രി പെട്ടെന്ന് അടച്ചുപൂട്ടിയത് ഈ കുടുംബങ്ങളെ വലിയ മാനസിക സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകുമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പ്രതിസന്ധിയിലായ നഴ്സുമാരുടെ വിവരങ്ങൾ ശേഖരിക്കാനും അവർക്ക് ആവശ്യമായ നിയമസഹായം ലഭ്യമാക്കാനും നോർക്കയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതോടൊപ്പം മുഖ്യമന്ത്രി VT സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച ധവളപത്രത്തിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയ വിമർശനങ്ങൾ തള്ളി വിദഗ്ധ സമിതി അധ്യക്ഷൻ ഡോക്ടർ KM ചന്ദ്രശേഖർ. ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ധവളപത്രം ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി തന്നെയാണെന്ന് ചന്ദ്രശേഖർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ധവളപത്രം AI നിർമ്മിതമാണെന്ന മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ അടക്കം ആരോപണങ്ങൾ ചന്ദ്രശേഖർ തള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത് മുതൽ രാഷ്ട്രീയ ചർച്ച ധവളപത്രത്തിലാണ്. കടത്തിന്റെ കണക്കുകൾ ചോദ്യം ചെയ്താണ് പ്രതിപക്ഷ വിമർശനം. ഒപ്പം തന്നെ സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണമെന്ന നിർദ്ദേശവും ആരോപണങ്ങളും ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ധവളപത്രം തയ്യാറാക്കിയ വിദഗ്ധ സമിതി അധ്യക്ഷനായ മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ KM ചന്ദ്രശേഖർ വിമർശനങ്ങൾ അംഗീകരിക്കുന്നില്ല.